ഹലോ ഗൈസ്, രാവിലെ തന്നെ വീഡിയോ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂസിൽ ഇവന്മാർ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, പന്നിത്തലേനൊരു വീഡിയോ ഇട്ടു, ആനത്തലേനൊരു വീഡിയോ ഇട്ടു. അല്ല സോറി, മുള്ളംപന്നി ഒരു വീഡിയോ ഇട്ടു, ആനത്തലേനും ഒരു വീഡിയോ ഇട്ടു. ഇവരൊക്കെ എൻ്റെ വായിൽ രണ്ടിനും ഒരു വലിയ സിഗരറ്റ് വെച്ച് കൊന്നാൽ എന്തിനാടാ ഒന്നാക്കുന്നത്? 10 എണ്ണം നീ വെച്ചോ, 20 എണ്ണം വെച്ചോ, എൻ്റെ തലയിലും വേണേൽ കുറച്ചെടുത്ത് വെച്ചോ, ഒരു ചുക്കും ഉണ്ടാവില്ല. നിനക്കൊക്കെ ഇതൊക്കെ പറ്റൂ. നിനക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ചും അവരുടെ ചെറ്റത്തരത്തെക്കുറിച്ചൊക്കെ ഞാൻ അതിൽ കൃത്യമായി പറയുന്നുണ്ട്. അവർ ഈ സെറ്റിൽമെൻ്റ് എന്നുള്ള ഒരു ഇടപാടും പിടിച്ച് ആൾക്കാരെ പറ്റിച്ച് കേസ് കൊടുക്കുക എന്ന് പറഞ്ഞ് ഈ പ്രചോദനം നൽകുന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നതിനെക്കുറിച്ചൊന്നും ഒരു വർത്തമാനം അവന്മാർക്ക് പറയാൻ റിപ്ലൈ കൊടുക്കാനില്ല. നിനക്കൊന്നും ഇല്ല. നിനക്കൊന്നും റിപ്ലൈ കൊടുക്കാനുള്ള ആ ഉറപ്പില്ല. വെറും വെറും മൊണ്ണകളാണ് നീയൊക്കെ. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും കിട്ടുമ്പോൾ അവരോട് കുറേ ഈ ചറ്റത്തരവും പറഞ്ഞു കൊടുത്ത് ഈ മറ്റേ ഓരോ സിനിമയിലെ കാണുന്ന ശകുനികളില്ലേ, അതുങ്ങളുടെ സൂക്കേട്. എന്നാൽ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാര്യം പറയുമ്പോൾ അതിനെക്കുറിച്ച് റിപ്ലൈ കൊടുക്കാനൊന്നും ഇല്ല താനും. പിന്നെ ഈ ഒരു ലേഡിയുടെ കുറിച്ച് പറഞ്ഞ കാര്യം, ഞാനോ ആൾക്കാർ പൈസ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ലേഡിയെ യൂസ് ചെയ്ത് അവരുടെ വോയിസും അവരോട് നമ്മുടെ ഹയർച്ചിലുള്ള ഒരാൾ സംസാരിക്കുന്ന വോയിസൊക്കെ ഉപയോഗിച്ച് അവരുടെ ഒരു കഷ്ടപ്പാടിന് ഒരു ചെറിയ സഹായം താൽക്കാലികമായിട്ട് ചെയ്യാം, ഈ കമ്പനി ഒന്ന് ചെയ്യാവുന്നവരെ എന്നുള്ളതാണ് അവർ അതിൽ വോയിസിൽ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ആ സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് അത് ചെറിയൊരു സെറ്റിൽമെൻറ്റ് നടത്താമെന്ന് അവരോട് ഒരു ലേഡിയോട് അവർ പറയുന്നത് എന്നെ കട്ട് ചെയ്തെടുത്ത് അതിനെ ഉപയോഗിച്ചിട്ട് എല്ലാവർക്കും ഇതങ്ങോട്ട് കൊടുത്തിട്ട് ഇവരിവിടെ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നുണ്ട്, വേഗം നിങ്ങൾ പോയിട്ട് പരാതി കൊടുത്താൽ സെറ്റിൽമെൻറ്റ് ചെയ്യും, പരാതി കൊടുത്താൽ സെറ്റിൽമെൻറ്റ് ചെയ്യത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു ക്യാമ്പയിൻ ആക്കിയിട്ട് ഇവന്മാർ പരാതി കൊടുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു പുതിയ അടവ്. അപ്പോൾ ആ അടവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട് വീഡിയോയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള വീഡിയോയിൽ അപ്പോൾ അതിനകത്തേക്ക് ഇരയായിട്ട് എത്തിപ്പെട്ടിട്ടുള്ള ഒരു ലേഡിയെക്കുറിച്ചും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ലേഡിയെ മെൻഷൻ ചെയ്യുന്നത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അതിൽ അവർക്ക് എന്തെങ്കിലും അവരുടെ കുഴപ്പങ്ങളെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ ഒന്നുമല്ല. ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെക്കുറിച്ചും അതിൻ്റെ ഹെഡിങ് തന്നെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ വീഡിയോയിൽ അപ്പോൾ ഞാൻ ഈ പൈസ ഇട്ടു എന്ന് പറയുന്ന ലേഡിയെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വേറെ ഒന്നും ഞാൻ അതിൽ മെൻഷൻ ചെയ്യുന്നില്ല, മറ്റൊന്നും. കാരണം എനിക്കതിൻ്റെ ആവശ്യമില്ല. എൻ്റെ വിഷയം അതല്ല. പിന്നെ അവർ വലിയ പൈസക്കാരാണ്, ഇപ്പോൾ കള്ളം പറഞ്ഞതാണെന്നോ അവർ പാവപ്പെട്ടവരാണ് എന്ന് കള്ളം പറഞ്ഞതാണെന്നോ അല്ല പാവപ്പെട്ടവരാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. പിന്നെ അവർ പാവപ്പെട്ടവരാണോ പൈസക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല. അവർ 4 ലക്ഷത്തിൻ്റെ അത്രയും പൈസ ഇട്ടിട്ടുണ്ട്. പക്ഷേ അവരൊരു പാവം സ്ത്രീയാണ്, അവരൊരു വയ്യാത്ത സ്ത്രീയാണ്. ഇത്രയാണ് ഞാൻ അതിൽ ആ ഒരാളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ. അവരൊരു പാവമാണ്, അവരൊരു വയ്യാത്തതാണ്, അത്രേ ഉള്ളൂ. ഇത് കാരണം എനിക്ക് അതിൻ്റെ അപ്പുറത്തേക്കുറിച്ച് അവരെക്കുറിച്ച് അവരുടെ വേറെ ഒന്നും മുതലെടുക്കേണ്ട ഒരു കാര്യമില്ല. ഒരാളുണ്ട്, ഒരാളെ വെച്ച് ഈ ഒരാളോട് പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ച് മറ്റാളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ വോയിസ് ഉപയോഗിച്ചിട്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പുകാർ ഒരു പറ്റിക്കൽ നടത്തുന്നുണ്ടെന്നാണ് ആ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പക്ഷേ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം അപ്പം അങ്ങനെ ഞാൻ പറയുന്നതിനെയും കട്ട് ചെയ്ത് മുറിച്ചെടുത്താൽ കണ്ട് ഇവർക്ക് ഈ ഒരു ലേഡിക്ക് അയച്ചു കൊടുത്തിട്ട് നിങ്ങളെക്കുറിച്ചാണ് ഈ പറയുന്നത്, നിങ്ങളാണ് പറയുന്നത്, നിങ്ങളെക്കുറിച്ച് എന്തോ മോശം പറയാണ്. അതിൽ അവരെക്കുറിച്ച് ഒരു മോശം ഞാൻ പറയുന്നില്ല. അപ്പോൾ അതും അങ്ങനെ വെച്ചിട്ട് അവരെ വീണ്ടും പ്രകോപിപ്പിച്ച് പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു. അതൊക്കെ അവരുടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാണിക്കട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആ മുള്ളംപന്നി, ആ നായിൻ്റെ മോൻ, അവന് ഈ ലേഡിയുടെ വീഡിയോ ഞാൻ അതിനെക്കുറിച്ച് ഇവരുടെ ഈ സെറ്റിൽമെൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് കള്ളത്തരം പറയുന്ന വീഡിയോയിൽ ഞാൻ ഈ ലേഡിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ. ഇത്രയാണ് ഞാൻ പറയുന്നത്. അതിനെക്കുറിച്ച് ഒരു പേരോ അഡ്രസ്സോ ഒന്നുമില്ല. പിന്നെ എനിക്ക് അവരുടെ പേര് അറിയത്തുമില്ല. ഞാൻ ഈ അവരുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും തപ്പി കണ്ടുപിടിച്ചിട്ട് അതിനെക്കുറിച്ച് വിളമ്പാൻ വേണ്ടിയല്ല ഞാൻ ആ വീഡിയോ എടുത്തിരിക്കുന്നത്. ഞാൻ ആ വീഡിയോയുടെ ഉദ്ദേശവും ആ വീഡിയോ കണ്ടാൽ, ആ വീഡിയോ ഫുള്ളായിട്ട് കൃത്യമായിട്ട് കണ്ടാൽ ആ വീഡിയോയുടെ ഉദ്ദേശം എന്താണ്, ആരെ പറയാനാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഉദ്ദേശം മാറ്റിച്ച് നൈസായിട്ട് ഈ ലേഡിയെ മോശം പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതെന്നുള്ള ഒരു ഇതിലേക്ക് എടുക്കാൻ വേണ്ടി മുള്ളംപന്നി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അവനതിൽ ഞാനത് പറയുന്നില്ല. കാരണം ആ ലേഡിയുടെ ഒരു അവസ്ഥയെക്കുറിച്ച്
അവസ്ഥയെ മുതലെടുക്കാൻ വേണ്ടി. കാരണം അവരുടെ ഒരു വൈയായിക, ഞാൻ അതിനെക്കുറിച്ച് നമ്മളൊക്കെ അതിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് പിന്നെ എന്താ അതിനെയൊന്നും മുതലെടുക്കാനോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത്തരം ഒരു മെൻറ്റാലിറ്റി അല്ല എൻ്റെ. പക്ഷേ ഇവൻ്റെ ആ വീഡിയോ ഞാൻ അതിൻ്റെ പാർട്ട് ഞാൻ പറയണ്ട, അവൻ്റെ ഇത് നിങ്ങൾ തന്നെ കണ്ടോ. പരിഹസിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം കാസർഗോഡുള്ള വികലാംഗയായ ഒരു സ്ത്രീ ഉണ്ട്, അവർ വീട് നിർമ്മാണത്തിനടുത്ത് കൂടെയുള്ള 4,10,000 പോയ വികലാംഗ യുവതിയെ മെൻഷൻ ചെയ്തിട്ട് പല കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം എന്തായാലും ഈ സ്ത്രീ, ഈ കാസർഗോഡുള്ള ഈ പൈസ നഷ്ടപ്പെട്ട ഹതഭാഗിയായ സ്ത്രീ കണ്ടോ, അതായത് ഈ അവസ്ഥയെ ഇങ്ങനെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ മുതലെടുക്കുകയാണ്. അതായത് നമുക്കെതിരെ ഒരു 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 എന്താ ഇവരെ തിരിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ അവസ്ഥയെ എക്സ്ട്രാ കൂടുതൽ പറഞ്ഞ് അതിനെ നമ്മളെന്തോ പറഞ്ഞു എന്നുള്ള ഒരു 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 വശത്തേക്ക് ഇതിനെ ഈ വിഷയത്തെ തിരിച്ചു മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അതിനുവേണ്ടി അവൻ പറയുന്ന കേട്ടോ, എന്തൊരു മോശമായിട്ടാണ് ആ ഒരു കാര്യം ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണടാ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അവർക്കൊക്കെ എന്താണ് അതുകൊണ്ട് കിട്ടുന്നത്? അല്ല ആ പാവങ്ങളായിട്ടുള്ള അവർക്ക് എന്താണ് അതുകൊണ്ട് ഉപകാരം കിട്ടുന്നത്? ഒന്നുമില്ല, ഒരു ഉപകാരമില്ല. അവരെക്കുറിച്ച് ഇങ്ങനെ വീണ്ടും വീണ്ടും അവരുടെ അവസ്ഥകളെ ചൂഷണം ചെയ്യാണ്. മുതലെടുപ്പെന്ന് പറഞ്ഞാൽ ഇതിലും വലിയ മുതലെടുപ്പ്. അതായത് ഇവരുടെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർക്ക് നമ്മളെ ഹൈറിച്ചിനെതിരെ പറയുന്നവരെതിരെയും എന്തെങ്കിലുമൊക്കെ പടച്ചുണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇത്തരം പാവപ്പെട്ട ആളുകളുടെ ഒരവസ്ഥയൊക്കെ മുതലെടുത്ത് അതിങ്ങനെ എടുത്ത് പറഞ്ഞും അവരുടെ വയ്യായിക, അവരുടെ കുടുംബത്തെ അവരുടെ കുടുംബത്തെ അവരുടെ കഷ്ടപ്പാടുകളെ ഇങ്ങനെ വീഡിയോകളിൽ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതിനെല്ലാം തുറന്ന് അവരുടെ സ്ഥലവും അത് ഈ നായിൻ്റെ മോൻ്റെ എനിക്കിവനെയൊന്നും ഒരു നല്ല പേര് ഞാൻ തെറി പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇവന്മാരെന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെറിയെ പറയൂ, മയിലുകളെ നിങ്ങളെ തെറിയെ പറയൂ. നിങ്ങളെ പിന്നെ എന്താ വിളിക്കുക? നിങ്ങൾ പൊന്നെ, മുത്തേ, ചക്കരെ അങ്ങനെ വിളിക്കണ്ടേ? എൻ്റെ പൊന്നുമോനെ എന്താ വിളിക്കണ്ടേ? നായിൻ്റെ മോനെ നിന്നെയൊക്കെ എന്താടാ വിളിക്കണ്ടേ? നിന്നെയൊക്കെ ഇതിൻ്റെ തെറിയല്ലാതെ ഒരു ഈ മലയാളത്തിൽ ഒരു വാക്ക് നിനക്കൊന്നും ഇല്ല. അതുകൊണ്ടാടാ തെറി വിളിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എന്നെ തെറി വിളിച്ചോ, നിങ്ങൾ എൻ്റെ വായിൽ 10 സിഗരറ്റോ 15 വീഡിയോ പിന്നെ എൻ്റെ തലയിൽ നിറച്ച് കൊക്കൈനോ MDMA എന്ത് വെച്ച് വേണേലും വീഡിയോ ഉണ്ടാക്കുവോ എന്ത് വേണേലും ചെയ്തോ. നിങ്ങൾ പിന്നെ ഇങ്ങനെയുള്ളവരൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കരുത്. ഇത്തരം നിങ്ങളുടെ വൃത്തികെട്ട ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പാവപ്പെട്ട ആളുകളെയൊക്കെ അവരുടെ സ്ഥലവും വീടും അവരുടെ അവസ്ഥയും ഒക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കരുത്. പ്ലീസ് നിങ്ങൾ അതെങ്കിലും നിർത്തുക. അപ്പോൾ അത്രയും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഈ മുളമ്പന്നി തന്നെ പറയുന്നുണ്ട്, അക്കൗണ്ട് ഫ്രീസ് ആവുന്നതിന് ഒരു ദിവസം മുമ്പ് തൊട്ടടുത്ത ദിവസത്തിലാണ് ഇവർ ഹൈറിച്ചിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിയുമ്പോൾ പിന്നെ അക്കൗണ്ട് ഫ്രീസ് ആവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഫ്രീസ് ആയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അക്കൗണ്ട് ഫ്രീസ് കമ്പനിയല്ല ചെയ്തത്, അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഫ്രീസ് ആയത്. അപ്പോൾ ഫ്രീസ് ആയി കഴിയുമ്പോൾ അതിനകത്ത് പൈസ കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് പൈസ ഒന്നും കിട്ടാണ്ടായത്. അപ്പോൾ അതാണ് അവരുടെ പ്രശ്നം. അല്ലാതെ കമ്പനി അവരെ പറ്റിച്ചു പിന്നെയും അങ്ങനെ പിന്നെ ഇത് പറഞ്ഞേച്ച് പിന്നെ അതും ഇങ്ങനെ പറയുന്നത്, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് പോകില്ല മൊത്തം. അപ്പോൾ ദയവായിട്ട് ഇത് അങ്ങനെ നിങ്ങൾ ആരെക്കുറിച്ച് കമ്പനിയെക്കുറിച്ചോ കമ്പനിയെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നവരെക്കുറിച്ചോ എന്ത് വേണേലും പറ. പക്ഷേ ഇത്തരം ആളുകളെ അവരുടെ ഇമാതിരി ചെറിയ വയ്യാത്ത അവസ്ഥകളെയൊക്കെ ഇങ്ങനെ മുതലെടുപ്പിന് വേണ്ടി ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഇങ്ങനെ പറഞ്ഞ് മുതലെടുക്കരുത്. അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. അത് നിങ്ങളതേ ചെയ്യുള്ളൂ. പക്ഷേ കുറച്ചെങ്കിലും അത് കൺട്രോൾ ചെയ്യണം. കാരണം അത് മറ്റുള്ളവർക്കും ഭയങ്കരമായിട്ടുള്ള ഇത്തരത്തിൽ മാനസിക വിഷമം ഉണ്ടാക്കും. അവരുടെ കുറവുകളെ എടുത്തെടുത്ത് പറയുന്നത് കേൾക്കുന്ന അവർക്കത് കുറവുണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കാം, നിങ്ങളത് മുതലെടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഉറപ്പാണ്. പക്ഷേ അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അവർക്ക് അതുകൊണ്ട് വീണ്ടും വിഷമാണ് ഉണ്ടാവുക. അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ചെയ്തോ, നിങ്ങളുടെ പണി നിങ്ങൾ വീണ്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. പക്ഷേ അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ.